സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ പൂട്ടാനുറച്ച SIT. ദ്വാരപാലക കേസിലും പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തു. ആരോഗ്യനില മോശമായതിനാൽ നിലവിൽ ചികിത്സയിലുള്ള ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റില്ല. നിലവിൽ റിമാൻഡിലുള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് ജയിലിലെത്തിയാണ് SIT സംഘം രേഖപ്പെടുത്തിയത്. കോടതിയുടെ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് നടപടി. ശബരിമലയിലെ വിഗ്രഹങ്ങളിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SIT കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത്. സ്വർണം ചെമ്പാക്കിയ വ്യാജ മഹസറിൽ ഒപ്പിട്ട് തന്ത്രി ഗൂഢാലോചനയിൽ പങ്കാളിയായെന്ന് SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തന്ത്രിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ നാളെ കസ്റ്റഡി അപേക്ഷയും നൽകിയേക്കും. സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തു. വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് തുടർ നടപടികൾ സ്വീകരിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശിധരനും പ്രോസിക്യൂട്ടറും ആശുപത്രിയിലെത്തിയിരുന്നു. ആരോഗ്യനില മോശമായതിനാൽ ജയിലിലേക്ക് മാറ്റില്ല. ആശുപത്രിയിൽ തന്നെ റിമാൻഡിൽ തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്വമുണ്ടെന്ന് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ശങ്കരദാസിന്റെ അറസ്റ്റ്. പത്മകുമാറിന് മാത്രമല്ല ദേവസ്വം അംഗങ്ങൾക്കും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന N വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജസ്റ്റിസ് A ബദറുദ്ദീൻ ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസിൽ ശങ്കരദാസിനെ പ്രതി ചേർത്തത്. ഇതിന് പിന്നാലെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇതേ ബെഞ്ചിന് മുന്നിലെത്തി. അന്വേഷണത്തോട് പ്രതികൾ സഹകരിക്കുമെന്ന് അഭിഭാഷകൻ വാദമുന്നയിച്ചപ്പോഴായിരുന്നു ശങ്കരദാസിന്റെ ആശുപത്രിവാസം വീണ്ടും ജസ്റ്റിസ് ബദറുദ്ദീൻ ഉന്നയിച്ചത്. പ്രതി ചേർത്തയാൾ ആശുപത്രിയിൽ പോയി കിടക്കുകയാണ്. അയാളുടെ മകൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. എന്തൊരു അസംബന്ധമാണിതെന്നായിരുന്നു കോടതിയുടെ പരാമർശം. രണ്ടാമതും കോടതി ഇടപെടലുണ്ടായതോടെ SIT ആശുപത്രിയിലെത്തി ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.